ഫ്രാഗ്രൻസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണ് യുവത്വം. ജീവിതത്തിൻ്റെ വസന്തമാണത്. നട്ടുച്ചയ്ക്ക് ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യനെ പോലെ കരുത്തും ശക്തിയും നിറഞ്ഞ കാലഘട്ടം. സൂര്യൻ്റെ ഉദയവും അസ്തമയവും മനോഹരമായ കാഴ്ച പ്രദാനം ചെയ്യുന്നുവെങ്കിലും സൂര്യനിൽ നിന്ന് പൂർണ്ണമായ ചൂടും വെളിച്ചവും നമുക്ക് ലഭിക്കുന്നത് നട്ടുച്ച നേരത്താണ്. അതെ, ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഈ നട്ടുച്ചയാണ് യുവത്വം. പൂർണ്ണമായ ശക്തിയും കരുത്തും ജീവിതത്തിൻ്റെ പക്വതയും എല്ലാം തെളിയിക്കാനുള്ള ഒരു കാലഘട്ടം. ശൈശവ കൗമാരങ്ങളുടെ സ്വാതന്ത്ര്യക്കുറവോ പ്രായത്തിൻ്റെ പരാധീനതകളോ തൊട്ട് തീണ്ടാത്ത സമയമാണ് യുവത്വം. അതിനാൽ തന്നെ ഏറെ ശക്തിയും കഴിവും സിദ്ധികളും നിറഞ്ഞ ഒരു സമയമാണിത്. ഒരുവന് ലോകത്തോട് ഏറെ കടമകൾ ചെയ്തു തീർക്കാനുള്ള ഒരു സമയമാണെന്ന് യുവതീ-യുവാക്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, യുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. ഏറ്റവും കരുത്തുള്ള ഈ സമയം സമൂഹത്തോട് ഏറെ പ്രതിബദ്ധത പുലർത്തി ജീവിക്കാൻ നമ്മെ കടപ്പെടുത്തുന്നു. മത, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് ജീവിതം കൊണ്ട് ഒരു വസന്തം വിരിയിക്കുവാനായിട്ട് നമ്മുടെ യുവതീ-യുവാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. 2018 മഹാപ്രളയത്തിൻ്റെ കാലത്ത് യുവജനത്തിലെ അഗ്നി നാം കണ്ടതാണ്. കേരളം മുഴുവനെയും മഹാപ്രളയം വിഴുങ്ങിയപ്പോൾ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത് യുവാക്കളായിരുന്നു. ജീവൻ പണയം വെച്ച് അപകട മേഖലകളിലായിരുന്നവരെ രക്ഷപ്പെടുത്താൻ അവർ കാട്ടിയ ആർജവത്വം നേരിൽ കണ്ടത് ഓർക്കുകയാണ്. ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ അകപ്പെട്ടുപോയ 150ഓളം പേരെ ഒരു കൊച്ചു കൊതമ്പ് വെള്ളത്തിൽ അപകടം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നുപോയി അവരെ തിരിച്ചു കൊണ്ടുവന്നത് അത് കണ്ടു നിന്നിരുന്നവരുടെയും രക്ഷപ്പെട്ടവരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതായിരുന്നു. ഈ യുവാക്കളുടെ പാദങ്ങളിൽ കണ്ണുനീർ പൂക്കൾ വീഴ്ത്തിക്കൊണ്ടാണ് ആ നാട് മുഴുവൻ അവർക്ക് ആദരമേകിയത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള നാടായി നമ്മുടെ ഭാരതം മാറുകയാണ്. അതെ, ലോകത്തിൻ്റെ യുവത്വമായി നമ്മുടെ മാതൃരാജ്യം മാറുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതിനാൽ തന്നെ നമ്മുടെ യുവതീ-യുവാക്കൾക്ക് നമ്മുടെ രാഷ്ട്രത്തോട് ഏറെ കടപ്പാടുണ്ട്. ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവത്വം യുവതീ-യുവാക്കൾ കാണിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും ഭീകരതയ്ക്കും ഉപഭോഗ സംസ്കാരത്തിനുമെതിരെ പൊരുതാനുള്ള ഒരു ശക്തി നിങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. രാഷ്ട്രീയ ഭരണ നേതൃത്വ രംഗങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളുടെ നേതൃത്വം കടന്നു വരണം. രാഷ്ട്രചിന്തകനായ പ്ലേറ്റോ പറയുന്നുണ്ട്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കാനിടയാകും. അതെ, സത്യവും നീതിയും ധാർമ്മിക മൂല്യങ്ങളും നിറഞ്ഞ യുവതീ-യുവാക്കൾ നേതൃത്വ നിരയിലേക്ക് കടന്നു വരണം. എങ്കിലേ ലോകത്തിന് ദിശാബോധം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. നാഥ, കൂടെ വസിക്കണമേ, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അസ്തമിക്കാറായ സമയത്ത് മാത്രമല്ല ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്, നട്ടുച്ചയ്ക്ക് ജീവിതത്തിൻ്റെ യുവത്വത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ നാഥ കൂടെ വസിക്കണമേ എന്ന പ്രാർത്ഥനയും കൂടെ കൂട്ടിച്ചേർത്ത് കൂടുതൽ കരുത്തുള്ളവരായി ഇന്നത്തെ ലോകത്തിന് ദിശാബോധം നൽകുന്ന യുവതയായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.